ഇപ്പം ഞാൻ പോകുന്നത് എറണാകുളത്തേക്കാണ് പോകുന്നത്. എറണാകുളം വരെ പുതിയൊരു ട്രെയിനിലാണ് പോകുന്നത്. അതായത് ഈ അടുത്തിടയ്ക്ക് ഉദ്ഘാടനം കഴിഞ്ഞ അമൃത ഭാരത് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. കൊല്ലത്ത് ആ ട്രെയിൻ ഉച്ചയ്ക്ക് 2:20 എത്തുന്നത്. 2:18 എത്തും കേട്ടോ. അപ്പോൾ ആ ട്രെയിൻ പിടിക്കാനാണ് ലക്ഷ്യം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴെന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞാൻ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നും എറണാകുളം വരെ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്ലീപ്പറിലാണ് ഞാൻ പോകുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഒരുപാടുള്ള ട്രെയിനാണ്. അതായത് 8 ജനറൽ കമ്പാർട്ട്മെൻറ്റും പിന്നെ 12 സ്ലീപ്പറും പിന്നെ ഒരു പാൻട്രി കാറും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കോച്ചിൻ്റെ ശരിക്കുള്ള ലേ ഔട്ട് ഇതേവരെ വന്നിട്ടില്ല, ആപ്ലിക്കേഷനിലൊന്നും വന്നിട്ടില്ല. കുറച്ച് ദിവസം കൊണ്ട് കഴിയും ഈ കോച്ചിൻ്റെ കറക്റ്റ് പൊസിഷനും ലേ ഔട്ടും എല്ലാം ആപ്ലിക്കേഷനിൽ വരാൻ. അപ്പോൾ നമുക്ക് പോയി നിന്നിങ്ങനെ 1, 2 എന്നിങ്ങനെ എണ്ണി നോക്കാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴും നിലവിൽ. ഗൂഗിളിലെല്ലാം പല പല റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ചിലതിൽ 12 സ്ലീപ്പർ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ചിലതിൽ 10 സ്ലീപ്പർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴെന്തായാലും ഞാൻ ഈ ട്രെയിൻ, അതായത് ഇത് നാഗർകോവിലിൽ നിന്നും ഓടി വരുന്ന വണ്ടിയാണ് കേട്ടോ. നാഗർകോവിൽ ജംഗ്ഷൻ മുതൽ മാംഗ്ലൂർ മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ്. അപ്പോഴിതിൽ ഞാൻ കൊല്ലത്ത് നിന്നും എറണാകുളം വരെ ഒന്ന് ചെറിയൊരു കൊച്ചു ട്രെയിൻ യാത്ര. അപ്പോഴതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. എന്തായാലും ട്രെയിൻ വരട്ടെ, നമുക്ക് ട്രെയിനിലേക്ക് കയറി ഈ ഒരു ചെറിയ യാത്ര ചെയ്തിട്ട് വരാം. എന്തായാലും നമുക്കൊരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റും കൂടെ എടുക്കണം. ജനറൽ കോച്ചും എങ്ങനെ ഉണ്ടോ നോക്കണമല്ലോ. പുതിയ ട്രെയിനാണ്. പുതിയ ട്രെയിനിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ യാത്രയൊന്നുമല്ല, ആദ്യത്തെ യാത്രയൊക്കെ കഴിഞ്ഞു. എന്നാലും നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം. ഒരു ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ചെങ്ങന്നൂർ വരെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കൊല്ലം ടു ചെങ്ങന്നൂർ 45 രൂപയാണ് ഈ ഒരു അമൃത ഭാരതിൽ ടിക്കറ്റ് ചാർജ്. അതായത് ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ ടിക്കറ്റ് കൂടുതലും സൂപ്പർ ഫാസ്റ്റിനേക്കാൾ ടിക്കറ്റ് ചാർജ് കുറവുമാണ്. അപ്പോഴങ്ങനെയാണ് ടിക്കറ്റ് റേറ്റ്. ഞാൻ സ്ലീപ്പറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൊല്ലം ടു എറണാകുളം 170 രൂപയായിരുന്നു കേട്ടോ. ട്രെയിനിന് വേണ്ടിയിട്ട് അനൗൺസ്മെൻ്റ് ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ. മാനുവൽ അനൗൺസ്മെൻ്റ് ആണ്. ഇപ്പോഴ് മൈക്കിലൂടെ വിളിച്ച് പറയുവാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം. 16329 എന്നാണ് ട്രെയിനിൻ്റെ നമ്പർ. അങ്ങനെ നാഗർകോവിലിൽ നിന്നും മംഗലാപുരം വരെ പോകുന്നതാണ്. മംഗലാപുരം ജംഗ്ഷൻ വരെയാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നാഗർകോവിൽ ജംഗ്ഷൻ ടു മംഗലാപുരം ജംഗ്ഷൻ വരെ പോകുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 460 രൂപയാണ്. നമ്മുടെ ഈ ഒരു ട്രെയിന് മുന്നേ ആയിട്ട് ഒരു ഐലൻഡ് എക്സ്പ്രസ് ഉണ്ട്, കന്യാകുമാരി ബാംഗ്ലൂരു ഐലൻഡ് എക്സ്പ്രസ്. അപ്പോൾ ആ ഒരു ട്രെയിനിൽ കുറേ ആൾക്കാർ കയറിപ്പോയി. അതുകൊണ്ട് നോക്കിയാൽ പ്ലാറ്റ്ഫോമിലൊന്നും ആരുമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ആൾക്കാർ വരും. ഇപ്പോഴും നിലവിൽ ആരും അറിഞ്ഞു കാണില്ല ഇങ്ങനൊരു സർവീസ് തുടങ്ങിയ കാര്യമേ. കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർ കാണും. നാഗർകോവിലിൽ നിന്നും ഉച്ചയ്ക്ക് 11:40 പുറപ്പെടുന്നത്. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങനെ ഈ ഒരു ട്രെയിനിൻ്റെ ഹോണടിയാണെന്ന് തോന്നുന്നു കേൾക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ട്രെയിൻ വളഞ്ഞു വരട്ടെ. യെസ്, അങ്ങനെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അമൃത ഭാരത് എക്സ്പ്രസ് കടന്നു വരികയാണ്. എൻ്റെ കോച്ച് S6 ആണ് കേട്ടോ. S6 എനിക്ക് കയറേണ്ടത്. നടുക്കായിട്ട് പാൻട്രി കാറുണ്ട്. അങ്ങനെ ട്രെയിൻ നിർത്തിയിരിക്കുവാണ്. ഞാൻ ഉള്ളിലേക്ക് കയറുവാണ്. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ ഈ കാണുന്നതാണ് സ്ലീപ്പർ കോച്ച്. ഞാൻ വിചാരിച്ചു തിരക്ക് വളരെ കുറവായിരിക്കുമെന്ന് കേട്ടോ. പക്ഷേ അത്യാവശ്യം തിരക്കുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. സീറ്റിൻ്റെ ആ ഒരു കളറിലൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്ന് വെച്ചാൽ LHP കോച്ചുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു LHP കോച്ചിലുള്ള സംവിധാനങ്ങളെല്ലാം ഇതിനകത്തുമുണ്ട്. പിന്നെ പുതിയ ട്രെയിൻ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആണ്, അത്രയേ ഉള്ളൂ. എന്തായാലും പുതിയൊരു ട്രെയിൻ കിട്ടിയത് കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സൗകര്യമായി. അതൊരു നല്ല കാര്യമാണ്. ഇതാ കണ്ടില്ലേ, ഫാനിലൊന്നും പൊടിയില്ലാതെ കാണണമെങ്കിൽ ഇപ്പോഴും കാണാനേ പറ്റൂ. കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ ഈ ഫാനിലെല്ലാം പൊടി ഇരിക്കുന്നത് കാണാം. ഇപ്പോഴും നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഫാൻ. പിന്നെ കണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വാഷ് ബേസിൻ കണ്ടില്ലേ, ഇത് കുറച്ചൊന്ന് ഉയർത്തിയിട്ടുണ്ട്. സാധാരണ കുറച്ച് താഴ്ന്നാണ് നിൽക്കുന്നത്. പിന്നെ ചൂടേ, നട്ടുച്ച സമയമായതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത ചൂട്. അങ്ങനെ കണ്ണാടിയിൽ ചെറുതായിട്ട് അഴുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓടി തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ അഴുക്കൊക്കെ ആയിട്ടുണ്ട്. CCTV ക്യാമറ എല്ലാം ഉണ്ട്. ഡോറിൻ്റെ 2 ഭാഗത്തായിട്ടും CCTV ഉണ്ട്. പിന്നെ ഇത് എവിടെ കണ്ടില്ലേ, 2 കോച്ചുകൾ തമ്മിൽ ചേരുന്ന ആ ഒരു ഭാഗത്തായിട്ട് വേറൊരു രീതിയിലുള്ളൊരു കവറിങ് എല്ലാമാണ്. സാധാരണ നമ്മൾ കോച്ചിൽ കാണുന്നത് പോലെയല്ല. ഇവിടെ ആയിട്ട് വാഷ് ബേസിനെല്ലാം കുഴപ്പമില്ല കേട്ടോ. ഇതിൽ ഇവിടെ ആയിട്ട് കണ്ടില്ലേ,
ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ട് സ്മെല്ല് വരും കേട്ടോ. യൂറിനെല്ലാം വീഴുമ്പോൾ അതിൽ തങ്ങി നിന്നിട്ട് ഭയങ്കരമായിട്ട് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വൃത്തി കൂടിയ ആൾക്കാരാണ് പ്രശ്നം. എന്ന് വെച്ചാൽ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കില്ല. അതായത് ഈ ഒരു ഫ്ലഷിൽ തൊടാൻ അവർക്ക് മടിയായിരിക്കും. എന്നുള്ള രീതിയിൽ അവർ തൊടാതെ അവരുടെ കാര്യം സാധിച്ചിട്ട് പോകും. അതാണ് വൃത്തി കൂടിയവരുടെ പ്രശ്നം. ഇതിലിതാ വെറുതെ ഒന്ന് തൊട്ടാൽ മതി, യൂറിൻ പാസ് ചെയ്തതിന് ശേഷം വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഫ്ലഷ് ആയിക്കോളും. പക്ഷെ അതുപോലും ചെയ്യില്ല. കാര്യം വൃത്തി കൂടുതലായതുകൊണ്ടേ അതിൽ തൊട്ടുപോയി കഴിഞ്ഞാൽ ബാക്ടീരിയ കൈ പറ്റുമെന്നും പറഞ്ഞിട്ട് അതിൽ തൊടില്ല. അതാണ് പ്രശ്നം. അതാണ് ഭയങ്കരമായിട്ട് യൂറിൻ്റെ സ്മെല്ല് ഈ ഒരു ടോയ്ലറ്റിൽ നിൽക്കുന്നത്. നിലവിൽ സ്മെല്ലൊന്നുമില്ല, വൃത്തി കൂടിയവർ കയറുമ്പോഴാണ് പ്രശ്നം. ഇതാ കണ്ടില്ല, ഇവിടെയായിട്ട് ഹാൻഡ് വാഷ് എല്ലാം വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും തൂക്കിയിടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണിത്. അല്ലാതെ ടവലെല്ലാം തൂക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെപ്പറേറ്റ് വേറെയും സംഗതികളുണ്ട്. സാനിറ്ററി നാപ്കിനും അല്ലാതെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഡസ്റ്റ്ബിനും കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വെസ്റ്റേൺ ടോയ്ലറ്റിലേക്ക് കയറാം. വെസ്റ്റേൺ സ്റ്റൈൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോഴേ ഭയങ്കര ചൂട് കേട്ടോ. നട്ടുച്ച സമയമല്ലേ. എല്ലാം അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ടിഷ്യൂ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് വെസ്റ്റേൺ ടോയ്ലറ്റ്, അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. ഈ കാണുന്നതാണ് സ്ലീപ്പർ കോച്ചിലെ ബെർത്തും സൗകര്യങ്ങളും എല്ലാം. എല്ലാ ബെർത്തിലും വാട്ടർ ബോട്ടിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡെല്ലാം ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകതകൾ അങ്ങനെ എടുത്തു പറയേണ്ടതായിട്ടില്ല. ഈ ഒരു സീറ്റിൽ വരുന്ന ആ ഒരു കളർ ഡിഫറൻസ്, അതൊക്കെയാണ് എടുത്തു പറയേണ്ടത്. എല്ലാ ഭാഗത്തായിട്ടും ചാർജിങ് സോക്കറ്റും എല്ലാം ഉണ്ട്. LHP കോച്ചുകളിൽ കയറി യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സ്ഥിരം കാഴ്ചയായിട്ടായിരിക്കും തോന്നുന്നത്, ഈ ഒരു നിറവ്യത്യാസം ഒഴികെ. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് മൺട്രോത്തുരുത്ത്. അങ്ങനെ മൺട്രോത്തുരുത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എപ്പോഴും വന്നാലും വെള്ളം കാണും. അതായത് വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലം പോലെയാണ് ഇത് എപ്പോഴും കാണാൻ. ഇവിടുത്തെ സൺസെറ്റൊക്കെ വേറെ ലെവലാണ്. ഇതെവിടെയായിട്ടെല്ലാം കണ്ടില്ലേ, ചെമ്മീൻ കെട്ടും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണാം. ബേസിൽ ജോസഫ് അഭിനയിച്ച പൊന്മാൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, അതിൻ്റെ ഭൂരിഭാഗം സീനുകളും ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആ സിനിമയിൽ ക്ലൈമാക്സിനോട് ചേർന്ന് കുറച്ച് ഭാഗങ്ങളുണ്ട് ഒരു പള്ളിയിൽ വെച്ച് ഷൂട്ട് ചെയ്തത്. അത് നമ്മുടെ ഈ ഒരു ട്രെയിൻ പോകുന്നതിനോട് ചേർന്ന് ഒരു പള്ളിയുണ്ട്. പക്ഷേ ആ ഒരു പള്ളി നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റില്ല. കാര്യം ട്രെയിൻ അത്യാവശ്യം സ്പീഡിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷ്വൽ നമുക്ക് കിട്ടില്ല. അങ്ങനെ ഈ കാണുന്നതാണ് മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ. ചെറിയ സ്റ്റേഷനാണ് കേട്ടോ, ഒരുപാട് തിരക്കുകളൊന്നും ഇല്ലാത്ത ശാന്തമായിട്ടുള്ളൊരു സ്റ്റേഷനാണ്. കല്ലടയാറെന്ന് കേട്ടിട്ടില്ലേ? ഈ കാണുന്നതാണ് കല്ലടയാർ. ഇവിടെ വെച്ചിട്ടാണ് വള്ളംകളി നടക്കുന്നത്. കല്ലട ജലോത്സവം എന്ന് കേട്ടിട്ടില്ലേ? ആ വള്ളംകളി നടക്കുന്ന ആറാണ് അത്. അങ്ങനെ ആ ഒരു വലിയ വളവ് വളഞ്ഞതിന് ശേഷം ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്റ്റേഷനാണ് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:10 അങ്ങനെ സ്ലീപ്പറിനകത്തൂടെ നടന്ന് തന്നെ ജനറലിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഞാൻ കരുനാഗപ്പള്ളി എത്തിയപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ഒരു സീറ്റിൻ്റെ കളർ ഡിഫറൻസ് ഉണ്ട്. സാധാരണ കോച്ചിൽ ബ്ലൂ കളർ സീറ്റല്ലേ വരുന്നത്, ഇത് ഒരു ഓറഞ്ചും പിന്നെ ഒരു ഈ കളറിന് എന്താ പറയുന്നത്, അപ്പോൾ ഈ കളറുമാണ് ഉള്ളത്. അത്യാവശ്യം നല്ല കുഷനുണ്ട്, മരപ്പലകയിൽ ഇരിക്കുന്നത് പോലെ അല്ല. പിന്നെ അതാ മുകളിലായിട്ട് കണ്ടില്ലേ, കിടക്കാൻ വേണ്ടിയിട്ട് കുഷനുള്ള ആ ഒരു ബെർത്തും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മുകളിൽ ലഗേജും വയ്ക്കാം, കിടന്നും പോവാം. അതാണ് ഈ ഒരു ജനറൽ കോച്ചിൻ്റെ പ്രത്യേകത. അങ്ങനെ വളരെ കുറച്ചു നേരം ട്രെയിൻ കരുനാഗപ്പള്ളിയിൽ നിർത്തിയതിന് ശേഷം വീണ്ടും കരുനാഗപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ജനറൽ കോച്ചിലെയും
സ്ലീപ്പറിലെയും എല്ലാം സെയിം ടോയ്ലറ്റ് സംവിധാനമാണ് കേട്ടോ. ഇന്ത്യൻ ടോയ്ലറ്റും വെസ്റ്റേൺ ടോയ്ലറ്റും അങ്ങനെ 2 ടൈപ്പ് ടോയ്ലറ്റുകളും ഉണ്ട്. ഇവിടെയും വാഷ് ബേസിനും എല്ലാമായിട്ട് സെയിം, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ജനറൽ കോച്ചിലും ഇതാ കണ്ടില്ലേ, ഇതിലും CCTV എല്ലാം ഉണ്ട്. ചാർജിങ് സോക്കറ്റും പിന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് കേബിൾ വെച്ചിട്ടും ചാർജ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്തോ ഫയർ എക്സ്റ്റിങ്വിഷറിൻ്റെ പേരൊക്കെ മാറ്റിയോ, അഗ്നിയോധ. ഒരു ജനറൽ കോച്ചിൽ 100 സീറ്റുകളാണ് കേട്ടോ ഉള്ളത്. അതായത് 100 എണ്ണത്തിലാണ് ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ ആൾക്കാർ കയറുന്ന അറിയാമല്ലോ. അങ്ങനെ അടുത്ത സ്റ്റേഷനായിട്ടുള്ള കായംകുളത്ത് എത്തിയിരിക്കുവാണ്. സാധാരണഗതിയിൽ 3:02 ഇവിടെ എത്തേണ്ടത്, പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റാണ്. 3:25 ആയപ്പോഴാണ് ഇപ്പോൾ എത്തിയത്. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ കായംകുളം എത്തിയപ്പോൾ എനിക്കൊരു പിടിച്ചിടൽ മണക്കുന്നുണ്ട്. ഇതെവിടെയായിട്ട് കണ്ടില്ലേ, ഇത് സ്ലീപ്പർ കോച്ചിൽ 80 ബെർത്തുകളുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടത് ജനറലായിരുന്നു. ജനറലിൽ 100 സീറ്റും ഇതിൽ 80 ബെർത്തും ഉണ്ട്. ഇവിടെ കായംകുളത്ത് കുറച്ച് നേരം പിടിച്ചിട്ടു കേട്ടോ വണ്ടി. ഞാൻ വിചാരിച്ച് വേറെ ഏതെങ്കിലും വലിയ വണ്ടി വരുമായിരിക്കുമെന്ന്. ഈ മെമോന് പോകാൻ വേണ്ടിയിട്ടായിരുന്നോ? അങ്ങനെ നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ആ ഒരു മെമുവും പോയിട്ടേ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനല്ല. ഇപ്പോൾ സമയം 3:40 ആയിട്ടുണ്ട്. വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റോപ്പിനെ കുറിച്ച് കുറച്ച് ആളുകൾക്ക് പല പല അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കുറച്ച് സ്റ്റോപ്പുകളും കൂടെ അനുവദിച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചെറിയൊരു കാര്യം പറയാം. എന്ന് വെച്ചാൽ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള കാര്യം ഞാൻ പറയാം. അതായത് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം വരെ ഡെയിലിയുള്ള ട്രെയിനുകൾ 25 എണ്ണം ഉണ്ട്. അതായത് ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. അപ്പോഴാ 24 മണിക്കൂറിനുള്ളിൽ 25 ട്രെയിനുകളുണ്ട്. അത് ഡെയിലി ഓടുന്നതാണ്. അപ്പോഴും നിങ്ങൾ വിചാരിക്കും 1 മണിക്കൂർ ഒരു ട്രെയിൻ വെച്ചൊക്കെ ഓടാലോ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനല്ല. ഈ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് തിരിച്ചുണ്ടല്ലോ, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേ. ഇതുകൂടാതെ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇടയിലായിട്ട് കൊച്ചുവേളി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. അതായത് കൊച്ചുവേളി സ്റ്റേഷൻ്റെ പുതിയ പേരാണ് തിരുവനന്തപുരം നോർത്ത്. അപ്പോൾ ഈ തിരുവനന്തപുരം നോർത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനുകളുണ്ട്. ഞാനീ പറയുന്നത് കൂടാതെ അവിടേക്ക് വന്ന് ചേരുന്ന ട്രെയിനുകളുമുണ്ട്. സ്പെഷ്യൽ ട്രെയിനുകളുണ്ട്, ഗുഡ്സ് ട്രെയിനുകളുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ ലേറ്റ് ആവുന്ന ട്രെയിനുകളുണ്ട്. അപ്പോൾ ഇത്രയും ട്രെയിനുകളും കൂടെ ഒരു ദിവസം ഓടണ്ടേ. അപ്പോൾ ഈ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കേ, പുതിയൊരു ട്രെയിൻ അനുവദിക്കുമ്പോൾ അതിൻ്റെ സ്റ്റോപ്പും എല്ലാം കൂടെ പുതുതായിട്ട് അറേഞ്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ശ്രമകരമായിട്ടുള്ള പണിയാണ്. പിന്നെ മാത്രമല്ല, പുതുതായിട്ട് വരുന്ന ട്രെയിനിലെ ലോക്കോ പൈലറ്റുമാർ, പിന്നെ അതിലെ ട്രെയിൻ മാനേജർ, അപ്പോൾ ഇവരുടെ എല്ലാം ഡ്യൂട്ടി എല്ലാം അറേഞ്ച് ചെയ്യണ്ടേ. പുതുതായിട്ടൊരു ട്രെയിൻ വരുമ്പോൾ അതിലേക്ക് പുതുതായിട്ട് ആരെയും നിയമിക്കുമല്ലോ, നിലവിലുള്ളവരെ ട്രെയിൻ ചെയ്തല്ലേ എടുക്കുന്നത്. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ ഉള്ളവരെ വെച്ചിട്ട് തന്നെയല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം റെസ്റ്റ് വേണമല്ലോ. അപ്പോഴങ്ങനത്തെ ഓരോരോ കാര്യങ്ങളുണ്ട്. നമുക്കിങ്ങനെ പറയാം അവിടെ സ്റ്റോപ്പ് വേണം, ഇവിടെ സ്റ്റോപ്പ് വേണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കൊള്ളാം. പക്ഷേ അല്ലാതെ അത് പ്രാവർത്തികമാക്കുമ്പോഴത്തേക്കും വലിയ പാടാണ്. ഇപ്പോഴെല്ലാവരും അവരവരുടേതായ സമയത്തിൻ്റെ രീതിയിലാണ് പറയുന്നത്. ഈ ട്രെയിനിൻ്റെ സമയം ശരിയല്ല, ആ ട്രെയിനിൻ്റെ സമയം ശരിയല്ല എന്ന്. ഇത് ഓടി വേറെ സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് സമയം ശരിയാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 11:40 പുറപ്പെടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ നാഗർകോവിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ നാഗർകോവിലുള്ളവർക്ക് നോക്കുമ്പോൾ അവിടെ ഉള്ളവർക്ക് സമയം ചിലപ്പോൾ ശരിയായിട്ട് വരില്ല. കാര്യം അവരുടെ ഓഫീസ് ടൈമിനും ഒന്നും ശരിയായിട്ടുള്ള സമയം ആയിരിക്കില്ലത്. പക്ഷേ ഈ ട്രെയിൻ ഓടി ഇപ്പോൾ ഞാൻ പറയാം, ഒരു എറണാകുളമൊക്കെ എത്താറാകുമ്പോൾ ഓഫീസ് ടൈമെല്ലാം കഴിയുന്ന സമയമാണ്. അപ്പോൾ എറണാകുളത്തുള്ളവർക്ക് നോക്കുമ്പോഴത്തേക്കും അവർക്ക് സമയം ശരിയാണ്. അവരുടെ ഓഫീസ് സമയമെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ വരുന്ന വണ്ടിയാണിത്. അപ്പോഴങ്ങനെയാണ് ഓരോരുത്തരും ഓരോ നാട്ടിലും വരുന്ന സമയം കണക്കാക്കി ആ ട്രെയിനിൻ്റെ സമയം ശരിയല്ല, ഈ ട്രെയിനിൻ്റെ സമയം ശരിയല്ല എന്നൊക്കെ പറയും. അതിൽ വലിയ കാര്യമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ല. ഞാൻ മുമ്പ് ഇങ്ങനെ ചിന്തിക്കത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനത്തെ ചിന്തകളൊക്കെ വന്നപ്പോഴത്തേക്കുമാണ് എൻ്റെ ചിന്താഗതികൾ മാറിയത്. അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഷൻ്റെ പേര് എവിടെ, ഇതാണ്. ആവശ്യത്തിന് ബോർഡ് നോക്കുമ്പോഴത്തേക്കും കാണത്തില്ല. മാവേലിക്കര എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 3:50 ആയിട്ടുണ്ട് കേട്ടോ. 3:55 കഴിഞ്ഞപ്പോൾ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു പുതിയ സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് ഇതിൻ്റെ സമയമൊന്നും വലുതായിട്ട് ആർക്കും അറിയില്ല കേട്ടോ. അതുകൊണ്ട് ട്രെയിനിൽ ജനറൽ കോച്ചിലാണെങ്കിലും തിരക്ക് കുറവാണ്. സാധാരണ ജനറൽ കോച്ചിൽ നല്ല തിരക്കായിരിക്കുമല്ലോ. ഞാൻ നേരത്തെ ജനറൽ കോച്ചിലേക്ക് പോയപ്പോൾ തിരക്ക് തീരെ കുറവായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും സ്ലീപ്പറിലേക്ക് വന്നിരിക്കുകയാണ്.
അങ്ങനെ ട്രെയിൻ ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. ചെങ്ങന്നൂർ എത്താറായി കേട്ടോ. അങ്ങനെ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ട് ഉടനെ തന്നെ പുറപ്പെട്ടു കേട്ടോ. കുറച്ച് നേരം നിർത്തിയുള്ളൂ. ചെങ്ങന്നൂർ സ്റ്റേഷനിലാണ് ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ ഇറങ്ങുന്നത്. ഇവിടെ നിന്നും ധാരാളം ബസ്സുകൾ പമ്പയ്ക്കുണ്ട്, ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 4:10 കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ചെങ്ങന്നൂർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോഴേ കാണുന്നതാണ് പമ്പ റിവർ. പമ്പ നദിയാണ് ഈ കാണുന്നത്. അങ്ങനെ ചെങ്ങന്നൂരെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ കണ്ടില്ലേ, പച്ചയായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു തുടങ്ങി. കുറേ വയൽ പ്രദേശങ്ങളും പിന്നെ അല്ലാതെ ചതുപ്പ് ഏരിയകളെല്ലാം കണ്ടു തുടങ്ങി. കോട്ടയം എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു സ്ഥലമുണ്ട്, ഇതേപോലെ കുറേ വയൽ പ്രദേശമുള്ള സ്ഥലമുണ്ട്. അത് നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഈ കാണുന്ന വളവ് വളഞ്ഞു പോകുന്നത് തിരുവല്ലയിലേക്കാണ്. നയൻതാരയുടെ നാട് തിരുവല്ല. പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല. ഈ ഒരു തിരുവല്ലയും കൂടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇടുക്കി വയനാടിൻ്റെ പട്ടികയിൽ പത്തനംതിട്ടയും കൂടെ ചേർന്നേനെ, ട്രെയിൻ ഇല്ലാത്ത ജില്ലകളിൽ. അങ്ങനെ തിരുവല്ല സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടിരിക്കുവാണ്. സമയം 4:15 തിരുവല്ലയിലെത്തി കേട്ടോ. വണ്ടി നിലവിലെ സമയത്തിൽ നിന്നും കുറച്ച് ലേറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരി അടുക്കാറായിരിക്കുവാണ്. ട്രെയിൻ വളഞ്ഞ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുവാണ്. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ട്രെയിൻ പുറപ്പെട്ടിരിക്കുവാണ്. ഇപ്പോൾ സമയം 4:30. ബിഗ് ബോസിൽ പറയുന്നത് കണക്ക് സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഒരു കാര്യമില്ലാതെ. ഇനി കോട്ടയത്തിലേക്കാണ് ട്രെയിൻ കയറുന്നത്. കോട്ടയം എത്തുന്നതിന് മുന്നേ ആയിട്ട് കണ്ടില്ലേ, ഇതേപോലെ വലിയ വലിയ ഫ്ലാറ്റുകളെല്ലാം കാണാം. ഇതൊക്കെയാണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്ന അടയാളങ്ങൾ. ഈ സമയത്ത് തീരെ തിരക്ക് കുറവാണല്ലോ. കോട്ടയം സ്റ്റേഷനിൽ എത്തിയതുപോലെ അല്ല തോന്നുന്നത്, ഏതോ ഒരു ചെറിയ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് പോലെ അല്ലേ. വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. 4:40 കോട്ടയം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയും മാനുവൽ അനൗൺസ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:45. നല്ല വെയിൽ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഇങ്ങോട്ടേക്ക് അടിക്കുന്നത്. ദേഷ്യം വരുന്നു സത്യത്തിൽ. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോഴും നോക്കി നല്ലൊരു വളവാണ്. സത്യത്തിൽ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. കാറ്റടിച്ച് സൈഡിൽ നിൽക്കുന്ന പുല്ലുകളെല്ലാം പറക്കുന്നത് കണ്ടില്ലേ. കോട്ടയം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത സ്റ്റേഷൻ എറണാകുളമാണ്. അടുത്തത് നമ്മുടെ ട്രെയിൻ നിർത്തുന്ന സ്റ്റോപ്പ് എറണാകുളമാണ്. അല്ലാതെ അതിനിടയിലായിട്ട് ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അങ്ങനെ കോട്ടയം വിട്ടതിന് ശേഷം കുറച്ച് സ്റ്റേഷനുകൾ കഴിഞ്ഞായിരുന്നു കേട്ടോ. പിറവം റോഡ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. അവിടെ നിന്നും ട്രെയിൻ നിർത്തിയില്ല, പക്ഷേ അവിടെ ഒന്ന് സ്ലോ ചെയ്തായിരുന്നു. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ട്രെയിനെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് പിടിച്ചിടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ പിടിച്ചിട്ടില്ല, നിർത്തിയില്ല. അങ്ങനെ എന്തായാലും ട്രെയിൻ പറന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരവും കുറച്ച് ലേറ്റായിട്ടാണ് വന്നതെങ്കിലും എറണാകുളം ടൗൺ എത്തുമ്പോൾ റൈറ്റ് ടൈം ആയിരിക്കും കേട്ടോ. കാര്യം ഞാനിപ്പോൾ ആപ്പിൽ നോക്കിയായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ 6 മണിക്ക് എറണാകുളം ടൗൺ എത്തേണ്ടതാണ്. ഇപ്പോൾ ആപ്പിൽ കാണിക്കുന്നതും 6 മണിക്ക് എത്തുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് എറണാകുളം എത്തുമ്പോൾ വണ്ടി റൈറ്റ് ടൈം ആവും. ലേറ്റായെന്ന് പറയാൻ ഒരുപാടൊന്നും ലേറ്റായിട്ടൊന്നും ഇല്ല, ഒരു 10-20 മിനിറ്റ് ലേറ്റായിട്ടതേ ഉള്ളൂ. അതിനെ ഒരു ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല. സാധാരണ റെയിൽവേയുടെ ആ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ലേറ്റായെന്ന് പറയാൻ പറ്റില്ല. ട്രെയിൻ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പോൾ ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. ഇത് ദൂരെയായിട്ട് നോക്കിയ കന്നുകാലികളെല്ലാം മേഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഒരു ഗ്രാമീണ കാഴ്ചയല്ലേ. ചോറ്റാനിക്കര റോഡെന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമുക്കൊരു ദിവസം ഇവിടെ വന്നിട്ട് അല്ലാതൊരു വീഡിയോ ചെയ്യണം. ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല, വണ്ടി സ്ലോ ആയിട്ട് പോകുന്നതേ ഉള്ളൂ. ഇതാ ഈ സ്റ്റേഷനിലായിട്ട് കണ്ടില്ലേ, പൊക്കം കുറഞ്ഞ ചെറിയ പ്ലാറ്റ്ഫോം.
അതായത് കോച്ചിൽ നിന്നും ഇറങ്ങാനും കയറാനും എല്ലാം കുറച്ച് പാടായിരിക്കും. ഇതുപോലത്തെ ചെറിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴെവിടെ ഇല്ല കേട്ടോ. ഒരുവിധം എല്ലാ സ്ഥലത്തു നിന്നും മാറി. എല്ലാ സ്ഥലത്തും ഇപ്പോഴും വലിയ ഉയരം കൂടിയ പ്ലാറ്റ്ഫോമുകളാണ്. അങ്ങനെ നമ്മൾ കൊച്ചി എത്താറായിരിക്കുകയാണ് കേട്ടോ. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനാണ് ഇപ്പോഴും കഴിഞ്ഞത്. അങ്ങനെ എറണാകുളം ടൗൺ എത്താറായിരിക്കുവാണ്. അതിൻ്റേതായ ഫ്ലാറ്റുകളും എല്ലാം നമുക്ക് ദൂരെയായിട്ട് ഇങ്ങനെ കാണാം. ഇപ്പോൾ സമയം 5:45 ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എറണാകുളം ടൗൺ എത്തുമ്പോൾ വണ്ടി റൈറ്റ് ടൈം ആവുമെന്ന്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറയുമല്ല, പക്ഷേ എറണാകുളം ടൗൺ എത്തിയപ്പോൾ റൈറ്റ് ടൈമായി, അത്രയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി വളവ്. വളയുമ്പോൾ ആ ഒരു സൗണ്ടൊക്കെ ഉണ്ടല്ലോ, പിച്ചാത്തി മൂർച്ചയിടുന്നത് പോലത്തെ ആ ഒരു സൗണ്ടെല്ലാം കേട്ടിട്ടാണ് വളയുന്നത്. അങ്ങനെ എറണാകുളം സ്റ്റേഷൻ്റെ ഔട്ടറിൽ കുറച്ച് നേരം പിടിച്ചിട്ട് കേട്ടോ. വണ്ടി റൈറ്റ് ടൈമിൽ അങ്ങ് എത്തുമെന്ന് പറഞ്ഞതാണ്, പക്ഷേ നോക്കേ ഇപ്പോൾ കുറച്ച് നേരം പിടിച്ചിട്ടിരിക്കുകയാണ്. ഗുഡ്സ് ആണെന്ന് തോന്നുന്നല്ലോ വരുന്നത്, അതോ എൻജിൻ മാത്രമേ ഉള്ളൂ, ഒന്നും അറിയാൻ വയ്യ. ഗുഡ്സ് ആണ് കേട്ടോ വരുന്നത്. പക്ഷേ ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകളൊന്നുമില്ല, പെട്ടെന്ന് തീർന്നു കേട്ടോ. സാധാരണ ഇങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല. നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നതിൻ്റെ ഭാഗത്തായിട്ടും കുറേ ഗുഡ്സുകൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്, കണ്ടില്ലേ. 6 മണിക്ക് കൃത്യം എത്തുമെന്ന് പറഞ്ഞതാണ്, പക്ഷേ എത്തിയില്ല കേട്ടോ. വണ്ടി ഇതാ ഇവിടെ തന്നെ പിടിച്ചിട്ടിരിക്കുവാണ്. അങ്ങനെ 6:10 പിടിച്ചിട്ടിരുന്ന വണ്ടി പുറപ്പെടുവാണ്. അങ്ങനെ 6:30 എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞാനങ്ങ് തിരികെ പോവുകയാണ്. 6:45 പാലരുവി എക്സ്പ്രസ് ഉണ്ട്. അത് കുറച്ച് ലേറ്റാണ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇപ്പോൾ സമയം 6:45 ആവുന്നതേ ഉള്ളൂ. അപ്പോഴെന്തെങ്കിലും നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിയിട്ടേ ട്രെയിനിലേക്ക് കയറാം. പിന്നെ ഈ ട്രെയിൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആൾ കുറവാണെന്നുണ്ടെങ്കിലും സ്ലീപ്പറിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുവിധം സ്ലീപ്പറിൽ എല്ലാം ഫില്ലായിട്ടാണ് വന്നത്. ഇതേപോലത്തെ പുതിയ പുതിയ ട്രെയിനുകൾ വിടുമ്പോഴേ നമ്മളെന്തെങ്കിലും അനുകൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതെന്ന് പറയും, നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതെന്ന് പറയും. സത്യത്തിൽ അങ്ങനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത് എനിക്ക് ഏത് ട്രെയിൻ അനുവദിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്നതാണ്, കൂടുതലും ട്രെയിനിലും ബസ്സിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഏത് ട്രെയിനാണെന്നുണ്ടെങ്കിലും എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ സമയത്ത് ഈ ട്രെയിൻ വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഏത് സമയത്ത് ഏത് ട്രെയിൻ വന്നാലും നല്ലത് തന്നെയാണ്. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. പിന്നെ നമ്മുടെ ഇതേപോലത്തെ കൊച്ചു കൊച്ചു യാത്രകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഇവിടുന്ന് നാട്ടിലേക്ക് കൊല്ലത്തേക്ക് പോകുന്നതിന് പാലരുവി എക്സ്പ്രസ്സിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് ചാർജ് 75 രൂപയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.